സെക്രട്ടേറിയറ്റ് ഉപരോധ കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 17-ന് പരിഗണിക്കുമെന്ന റിപ്പോർട്ടുകൾ. ഈ മാസം 22 വരെയാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ സെഷൻ കോടതിയിലാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. തുടർന്ന് രാഹുൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇന്ന് കോടതി ഹർജികൾ ലിസ്റ്റ് ചെയ്തപ്പോഴാണ് കേസ് ജനുവരി 17-ലേക്ക് മാറ്റിയ വിവരം പുറത്തുവന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന വൈദ്യ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചത്. എന്നാൽ ഡിസ്ചാർജ് സമ്മറിയിൽ ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങളുള്ളതായി വ്യക്തമാക്കിയിരുന്നുവെന്നാണ് വിവരം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും രാഹുൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കുരുക്കുമുറുക്കുവാനുള്ള ശ്രമത്തിലാണ് പോലീസ്. വ്യാജ തിരിച്ചറിയൽ രേഖാ കേസിൽ രാഹുലിനെതിരെ പുതിയ നടപടികളുമായി ആഭ്യന്തര വകുപ്പ് നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പരാതിയിൽ ലോക്കൽ പോലീസായിരുന്നു നേരത്തെ കേസെടുത്തിരുന്നത്. ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് സൂചനകൾ. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ.